ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ PM സാദിഖ് അലി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ആദരണീയനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് സഫറിയാബ് ജിലാനി, ദളിത് ആക്ടിവിസ്റ്റായ ദന്ത പ്രശാന്ത്, പ്രിയങ്കരനായ പ്രതിപക്ഷ ഉപനേതാവ് CPK കുഞ്ഞാലിക്കുട്ടി, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള MLA-മാരെ, MP-മാരെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമർത്ഥരായ നേതാക്കളെ, മുസ്ലിം ലീഗിൻ്റെ കരുത്തരായ നേതാക്കളെ, ഇവിടെ കണ്ണെത്താത്ത ദൂരത്ത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിനായി വരുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കർമ്മധീരന്മാരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ മനോഹരമായ അറബിക്കടലിൻ്റെ തീരത്ത് മറ്റൊരു ജനസമുദ്രം സൃഷ്ടിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ മുസ്ലിം യൂത്ത് ലീഗ് ആർക്കും അവഗണിക്കാനാവാത്ത അതിശക്തമായ ഒരു മുന്നേറ്റമാണ് എന്ന് ഈ ജാഥയിലൂടെ, ഈ സമ്മേളനത്തിലൂടെ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് മുൻകൈയെടുത്ത മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സാദിഖ് അലിയെയും മറ്റ് നേതാക്കളെയും ഹാർദവമായി UDF-ന് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കട്ടെ. നമുക്കറിയാം, നമ്മൾ ഇന്നിവിടെ സമ്മേളിക്കുമ്പോൾ ഇന്ത്യ ആകെ പരിഭ്രാന്തിയുടെ നിഴലിൽ നിൽക്കുകയാണ്. ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണമില്ലാത്ത നിലപാടുകൾ ഇന്ത്യയിലാകെ അരാജകത്വം ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മളാരും കള്ളപ്പണം പിടിച്ചെടുക്കുന്നതിനെതിരല്ല, നമ്മളാരും കള്ളനോട്ടുകൾ പിടിച്ചെടുക്കുന്നതിനെതിരല്ല. രാജ്യത്തിൻ്റെ സമാന്തര സമ്പദ് വ്യവസ്ഥ പോലെ വളർന്നു വന്നിട്ടുള്ള കറുത്ത പണത്തെ കണ്ടെത്താനുള്ള ഏതൊരു നീക്കവും സ്വാഗതാർഹമാണ്. പക്ഷേ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചതുവഴി ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിവരണാതീതമാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി, ഞാൻ എറണാകുളത്തു നിന്നാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത്. എല്ലാ ബാങ്കിന്റെ മുമ്പിലും ആളുകൾ തടിച്ചുകൂടി കിടക്കുന്നു. ഇന്നലെ എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ, കാർത്തികേയൻ എന്ന പേരുള്ള ഒരു തൊഴിലാളി, അദ്ദേഹം ക്യൂവിൽ 2.5-3 മണിക്കൂർ നിന്ന് അവിടെ വെച്ച് ബോധം കെട്ട് മരിച്ചു വീണു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്ന, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്ന ഈ സംഭവവികാസങ്ങളെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതല്ലേ? നരേന്ദ്രമോദി എന്നൊരു ഭരണാധികാരിയുടെ ഏകാധിപത്യ നടപടികളുടെ ഫലമാണ് ഇന്ന് ഈ ഒരവസ്ഥാവിശേഷം സംജാതമായിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല നോട്ടുകൾ പിൻവലിക്കുന്നത്. മൊറാർജി ദേശായിയുടെ ഗവൺമെന്റിൽ HM പട്ടേൽ നോട്ടുകൾ പിൻവലിച്ചിരുന്നു. അന്ന് യാതൊരു വിധത്തിലുമുള്ള സംഘർഷങ്ങളോ അരാജകത്വമോ ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെയും നടപടികളുടെയും ഫലമാണ് ഇന്ന് കേരളവും ഇന്ത്യയും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ അരാജകത്വം. കല്യാണങ്ങൾക്ക് ആളുകൾക്ക് പണം കിട്ടുന്നില്ല, ചെറിയ വ്യവസായികൾക്ക് പണമില്ല. മീൻ കച്ചവടം നടത്തുന്നവരും ഇറച്ചി കച്ചവടം നടത്തുന്നവരും ചെറിയ ഷോപ്പുകൾ നടത്തുന്നവരും ബസ്സിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരും കയ്യിൽ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നു. ഈ പരിഷ്കാരം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാക്കിയിരിക്കുന്ന അരാജകത്വം വളരെ വലുതാണ്. ഒരേകാധിപതിയുടെ നടപടികൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന അരാജകത്വം ചെറുതല്ല. ഒരു ഭരണാധികാരി സ്വച്ഛാധിപതിയായി മാറുമ്പോൾ, ഒരു ഭരണാധികാരി ഫാസിസ്റ്റായി മാറുമ്പോൾ അതിലൊന്ന് ഉടലെടുക്കുന്ന നടപടികളാണിതെല്ലാം. ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് എന്ന് തീരുമെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. 1 മാസം വരെ എടുക്കുമെന്ന് ആളുകൾ പറയുന്നു. നാട്ടിലുണ്ടായിരിക്കുന്ന ഈ അരാജകത്വം പരിഹരിക്കാൻ അടിയന്തരമായ നടപടികൾ റിസർവ് ബാങ്ക് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു.
റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 100 രൂപ നോട്ടുകൾ പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലുമുള്ളത്. ഈ അരാജകത്വം ഉണ്ടാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നരേന്ദ്രമോദിക്കും നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിനും മാത്രമാണ്. ഇതിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ അടിയന്തരമായി റിസർവ് ബാങ്ക് ഇടപെട്ടുകൊണ്ട് സഹകരണ ബാങ്കുകളിൽ പണമെത്തണം, ബാങ്കുകളിൽ പണമെത്തണം, ATMകളിൽ പണമെത്തണം. സാധാരണക്കാർക്ക് പണമെത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. ദീർഘവീക്ഷണമില്ലാതെ മുന്നൊരുക്കമില്ലാതെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് കേരളവും ഇന്ത്യയും നേരിടുന്ന ഈ അരാജകത്വം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദി ഇന്ത്യയുടെ മതേതരത്വത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നു. RSSും BJPയും ഇന്ത്യയുടെ മതേതരത്വത്തിനും ബഹുസ്വരതയ്ക്കുമെതിരായ വെല്ലുവിളി ഉയർത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരീഅത്ത് നിയമങ്ങളെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ഏക സിവിൽ കോഡ് എന്നുള്ള ആശയം, ഈ ആശയം നടപ്പാക്കാൻ നരേന്ദ്രമോദി അല്ല 1000 നരേന്ദ്രമോദി വന്നാലും കഴിയുകയില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട അവസരമാണിത്. ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ച അവസരത്തിൽ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്നെടുത്ത തീരുമാനത്തിൽ ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരീഅത്ത് നിയമത്തിന് ദൈവീകമായ പിന്തുണയുള്ള നിയമമാണ്. ആ നിയമത്തെ പിച്ച് ചീന്താൻ, അതില്ലാതാക്കാനുമുള്ള ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി മതപരമായ ഭിന്നതകൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, പഞ്ചാബിലെയും ഉത്തരാഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അവിടെ സാമുദായികമായ ചേരിതിരിവുണ്ടാക്കാൻ RSSും BJPയും സംഘപരിവാർ ശക്തികളും നരേന്ദ്രമോദിയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയണം. ഈ രാജ്യത്ത് വേറെ എത്രയോ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ജനങ്ങൾ നേരിടുന്ന എത്രയോ പരാധീനതകൾ നിലനിൽക്കുന്നു. അതൊന്നും ചർച്ചാ വിഷയമല്ല. അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ശരീഅത്ത് നിയമവും ഏക സിവിൽ കോഡും മുത്തലാഖും ഒക്കെ പറയുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുമുള്ള തന്ത്രം മാത്രമാണ്. ഒരു കാര്യം എനിക്ക് നരേന്ദ്രമോദിയെയും കേന്ദ്ര ഗവൺമെന്റിനെയും അറിയിക്കാനുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് നിലവിലുണ്ടെങ്കിൽ, കേരളത്തിൽ UDF നിലവിലുണ്ടെങ്കിൽ ഏക സിവിൽ കോഡ് അനുവദിക്കുകയില്ല എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെതിരെ ഉയർന്നു വരുന്ന ഏതൊരു ശബ്ദത്തെയും നിശബ്ദമാക്കാനുള്ള കരുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്, മതേതര വിശ്വാസികൾക്കുണ്ട്. ഇത് മതപരമായ വിശ്വാസമാണ്. മതത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ആഗ്രഹിക്കുന്നത് പോലെ മാത്രമേ അതിനെ കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാതെ മതപരമായ കാര്യങ്ങളിലുള്ള ഇടപെടലുകൾ ഒരിക്കലും നമുക്ക് അനുവദനീയമല്ല, അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില ആളുകൾ ഇന്ന് ബോധപൂർവമായി കേരളത്തിലും ഇതിനെതിരെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ആപത്താണ്. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ സന്ദർഭങ്ങൾ എന്തുകൊണ്ട് മഹാനായ ഇസ്മായിൽ സാഹിബിനെ പോലെയുള്ള മഹാന്മാരായ വ്യക്തികൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അന്നത് ഉന്നയിച്ചപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന വലിയ നേതാവ് അത് പൂർണ്ണമായി അംഗീകരിച്ചെങ്കിൽ ഇന്നത് മാറ്റാനുള്ള എന്ത് സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്? ഇന്ന് മതേതരത്വത്തിനെതിരെ വലിയ ഭീഷണി ഉയർന്നു വരികയാണ്. സാദിഖ് അലി ഇവിടെ പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷം തോന്നി. നമ്മുടെ രാജ്യത്തെ എല്ലാ ചെറുപ്പക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ തീവ്രവാദത്തെ എതിർക്കേണ്ടതാണ്. അത് ഹിന്ദു തീവ്രവാദമാണെങ്കിലും ഇസ്ലാം തീവ്രവാദമാണെങ്കിലും മറ്റേത് മതത്തിന്റെ പേരിലുള്ള തീവ്രവാദമാണെങ്കിലും അതിനെയെല്ലാം എതിർക്കാനുള്ള കരുത്ത് നമ്മൾ കാട്ടേണ്ട സന്ദർഭമാണ്. ഇന്ത്യയിൽ 17.5 കോടി മുസ്ലിം സഹോദരിമാരുമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഞാൻ ഈ ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഞാൻ കണക്കെടുത്ത് നോക്കിയിട്ടുണ്ട്. ISൽ ചേർന്ന ആളുകൾ ഇന്ത്യയിൽ എത്രയാണ്? 750-ൽ താഴെ ആളുകളാണ് INAയുടെ ലിസ്റ്റിലുള്ളത്. 17.5 കോടി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യയിൽ
750-ൽ താഴെ ആളുകൾ ഇതിൽ ചേർന്നുവെങ്കിൽ ഈ സമുദായത്തെ മുഴുവൻ തീവ്രവാദത്തിന്റെ കരിനിഴലിൽ നിർത്തുന്ന നടപടിയെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇന്ന് ഇസ്ലാം സമുദായത്തെ മുഴുവൻ തീവ്രവാദത്തിന്റെ കരിനിഴലിൽ നിർത്താൻ വളരെ ബോധപൂർവമായ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ മതേതര വിശ്വാസികളായ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് മതേതരത്വമാണ്. സർവധർമ്മ സമഭാവ്, അതാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്തെന്ന് പറയുന്നത്. എല്ലാ മതങ്ങളെയും തുല്യമായി ബഹുമാനിക്കുവാനും എല്ലാ മതങ്ങളെയും തുല്യമായി കാണാനും കഴിയുന്ന വിശാലമായ മതേതര സമീപനമാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്. ബഹുസ്വരതയാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ RSSും BJPയും സംഘപരിവാറും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് കോമൺ സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള നടപടികൾ. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഭിന്നിപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇതിനെതിരായി നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ദളിത് പീഡനങ്ങൾ വർദ്ധിക്കുന്നു, ന്യൂനപക്ഷ പീഡനങ്ങൾ വർദ്ധിക്കുന്നു, സമൂഹത്തിൽ കലാപങ്ങളും സംഘർഷങ്ങളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട ദളിത് സഹോദരന്മാരെ ചുട്ടുകൊല്ലുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ നടക്കുന്നു. ഇതിനെതിരെ ശക്തമായ നിലപാടുകളുമായി നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മതേതര ചിന്തകളും മതേതര വിശ്വാസങ്ങളുമാണ്. ആ മതേതര ചിന്തകളെയും മതേതരമായ നമ്മുടെ കാഴ്ചപ്പാടുകളെയും ഇല്ലാതാക്കാൻ ഒരു ഭരണാധികാരി ശ്രമിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏകാധിപതി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നരേന്ദ്രമോദി തന്നെയാണ് എന്നുള്ള കാര്യം ഞാൻ ഉറക്കെ പറയും. ആ നരേന്ദ്രമോദി ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന ജനങ്ങളുടെ ഭാവിയെയും ജീവിതത്തെയും അപകടത്തിലാക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്തുകയാണ്. ആ നീക്കത്തിനെതിരെ നമുക്ക് ജാഗരൂകരായി പ്രവർത്തിക്കണം. ആ നീക്കം നമുക്ക് ആപത്താണ്. കേരളത്തിലും അതിന്റെ ബഹിസ്ഫുരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളീയ സമൂഹം മതേതരത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന സമൂഹമാണ്. ആ സമൂഹത്തെയും ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഇന്നിവിടെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടം തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി ഇന്ന് ന്യൂനപക്ഷ പ്രേമം അഭിനയിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോമൺ സിവിൽ കോഡിലുള്ള അഭിപ്രായം എന്താണ്? മുത്തലാഖിലുള്ള അഭിപ്രായം എന്താണ്? ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ളവർ ശരീഅത്തിന് നേരെ ഉയർത്തിയ അതേ നീക്കങ്ങൾ തന്നെയാണ് ദേശീയ തലത്തിലും മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗരവമായി നാം കാണേണ്ട കാര്യമാണ്. 6 മാസം കൊണ്ട് പിണറായി വിജയന്റെ സർക്കാർ കേരളം ഭരിക്കുന്നു. എന്ത് നേട്ടമാണ് 6 മാസം കൊണ്ടുണ്ടായത്? എന്ത് മാറ്റമാണ് ഈ കേരളത്തിൽ ഉണ്ടായത്? 6 മാസം കൊണ്ട് കേരളത്തിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും ആക്കിയില്ലെന്ന് മാത്രമല്ല, ജനങ്ങളെ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഞാനും പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ഞങ്ങളിപ്പോൾ സംസാരിക്കുകയായിരുന്നു. 6 മാസം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ശൂന്യത മാത്രമാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ സർക്കാരിന് കഴിയുന്നുണ്ടോ? 6 മാസം കൊണ്ട് ഒരു മന്ത്രി രാജിവെച്ചു എന്നുള്ളതല്ലാതെ എന്ത് നേട്ടമുണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞു? EP ജയരാജൻ എന്ന മന്ത്രി രാജിവെച്ചു. നല്ല ഒരു ചിറ്റപ്പനാണ് എന്ന ജയരാജന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ജനാധിപത്യ വിശ്വാസികളുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നു. നാദാപുരത്ത് ഒരു കൊലപാതകമുണ്ടായി. കോടതി വെറുതെ വിട്ടയാളിനെ കോടതി ശിക്ഷിച്ച് ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി, അസ്ലമിനെ കൊലപ്പെടുത്തി. വേളത്ത് ഒരു ചെറുപ്പക്കാരനെ ബോധപൂർവം കൊന്നു.
ഈ പ്രതികളെ ഒന്നും പിടിക്കാൻ 6 മാസമായി ഈ കേരളത്തിലെ പോലീസിന് കഴിയുന്നില്ല. 6 മാസമായി പോലീസിന്റെ നടപടികൾ ഇവർക്കെതിരായി ഉണ്ടാകുന്നില്ല. കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. മുസ്ലിം ലീഗിന്റെ ഓഫീസുകൾ തകർക്കപ്പെട്ടു, ജനതാദളിന്റെ ഓഫീസുകൾ തകർക്കപ്പെട്ടു, കോൺഗ്രസിന്റെ ഓഫീസുകൾ തകർക്കപ്പെട്ടു. ഇവിടെ ഒരു ഭരണകൂടമില്ലാത്ത അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗുണ്ടകളും മാഫിയകൾക്കും രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒത്തിരി നേതാക്കന്മാരോട് സംസാരിക്കാനുണ്ട്. നമ്മുടെ പോരാട്ടം ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടാണ്. മോഡിക്ക് പഠിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയനുമെതിരായിട്ടുള്ള പോരാട്ടം കൂടിയാണിത്. ഇന്ന് നരേന്ദ്രമോദിക്ക് പഠിക്കുകയാണ് പിണറായി വിജയൻ. മറ്റൊരു ഏകാധിപതിയായി മാറാൻ, മറ്റൊരു നരേന്ദ്രമോദിയാകാൻ പഠിക്കുന്ന പിണറായി വിജയനുമെതിരായിട്ടാണ് നമ്മുടെ പോരാട്ടം. മുസ്ലിം യൂത്ത് ലീഗ് എന്നും ശരിയുടെ പക്ഷത്ത് നിന്ന പ്രസ്ഥാനമാണ്, മതേതര പ്രസ്ഥാനമാണ്. കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തുന്ന കാര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പാണക്കാട് തങ്ങന്മാരും വഹിച്ചിട്ടുള്ള വലിയ പങ്കിനെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ മതേതരത്വം നിലനിർത്താനും മതവിശ്വാസങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാതിരിക്കാനും എന്നും എന്നും ശ്രമിച്ചിട്ടുള്ളത് പാണക്കാട് തങ്ങന്മാരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ ഇന്നും ഓർക്കുന്നു, ബാബറി മസ്ജിദ് തകർന്നപ്പോൾ മഹാനായ ശിഹാബ് തങ്ങളുടെ ഒരു പ്രസ്താവന കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ സൗഹാർദ്ദം നിലനിന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ആ മഹത്തായ പാരമ്പര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ളത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ കരുത്താണ്, ശക്തിയാണ്, ചൈതന്യമാണ്, ആവേശമാണെന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ, കേരളത്തിലെ UDF-നെ തകർക്കാൻ CPM ഇനി ഒരു ജന്മം കൂടി ജനിച്ചു വരണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഭീഷണി കൊണ്ടും അക്രമം കൊണ്ടും കൊലപാതകങ്ങൾ കൊണ്ടും രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ തകർക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഈ തടിച്ചുകൂടിയിരിക്കുന്ന പുരുഷാരം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മഹത്തായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന ഈ സമൂഹം നാളെ കേരളത്തിന് സ്വത്താണ്, കേരളത്തിന് ഒരു ശക്തിയാണ് എന്ന് കൂടി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഒരിക്കൽ കൂടി മുസ്ലിം യൂത്ത് ലീഗിന്റെ കണ്ണെത്താത്ത ദൂരത്ത് നിൽക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകരായി നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ BJP-യുടെയോ മുമ്പിൽ മുട്ടുമടക്കാതെ ധീരമായി പോരാടി മുന്നോട്ട് പോകുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.